ഇതാണ് ഞാൻ 12 വർഷത്തിന് ശേഷം നികിയുടെ അവിടെ വിളിച്ചു പറഞ്ഞു എനിക്ക് വേണ്ടി പ്രത്യേക ആക്കി കൊണ്ടുവന്ന ടേസ്റ്റാ. പണ്ട് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എന്റെ ഒപ്പം രാഹുൽ പഠിച്ചിരുന്നു. ആ രാഹുല് എന്ത് അപ്പഴേ ഉണ്ട് ഇത്. ഏ മക്കളെ എന്താണ് എണീക്കുന്നില്ലേ? ഇഞ്ചുരു അച്ഛനൊക്കെ ഇഞ്ചുരു ഗുഡ് മോർണിംഗ് ദുഗുഷി. എന്നാ പിന്നെ എണീക്ക്. സമയം എത്രയായി ഇപ്പോ? 7 മണിയായി. പോണ്ടേ ഇന്ന് സ്കൂളിൽ പോണ്ടേ? അവധിയൊന്നും ഇല്ലെന്ന്. വാ എണീക്ക്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് കളക്ടർ അവധി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ കിടന്നെയാണ്. പക്ഷെ അവധിയൊന്നും കൊടുത്തിട്ടില്ല ഗൈസ്. തൃശ്ശൂര് ആ മഴ കൂടുതലുണ്ടാവും. ഭയങ്കരമായി പെണീറ്റേ. വാ ഇഞ്ചിരപ്പോ വേമ്പാട്ട അച്ഛൻ താഴോട്ട് പോയണേ. അമ്മ ഇന്ന് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഗൈസ്. അമ്മ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് നികി. അപ്പൊ എന്തായാലും താഴെ പോയിട്ട് പരീക്ഷണങ്ങളൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ അടുത്ത് തുടങ്ങാം നമുക്ക്. ബാ ഞാൻ താഴോട്ട് പോയി നോക്കട്ടെ, നല്ല കാണാൻ പറ്റുള്ളൂ എന്താ പരീക്ഷണം. എന്താണ് പുതിയ ഷർട്ടെല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ഇത് അലമാരണ്ടായിരുന്നടി പുതിയ ഷർട്ട് പോലും. പുതിയ ഷർട്ട് അല്ലേ ഇതാ? ഇത് മറ്റേ നിഷേച്ച് ഗിഫ്റ്റ് ആണ് ഷർട്ടല്ലേ? കാണിച്ചുതരാം. എന്താ ഇതെല്ലാം എന്തിനാ എപ്പോഴെടുത്തിട്ടത്? പുതിയ ഷർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിഷേച്ച് ഗിഫ്റ്റ് തന്നതാണ്. പക്ഷെ ഇത് ആ സമയത്ത് കുറച്ചിങ്ങനെ ലൂസായിരുന്നു. ഇപ്പൊ തടിച്ചോണ്ടാണ് കണക്കായാണോ എന്നറിയില്ല. ഷർട്ട് ചെറുതായതാണോ എന്നറിയില്ല. ഷർട്ട് അങ്ങനെ ചെറുതാവൂല. അല്ല ഈ ഷർട്ട് ഇപ്പൊ അലമാരിന്ന് എടുത്തിട്ടല്ല, അവിടെ വേറൊരു ആവശ്യത്തിന് പോയപ്പോ നമ്മൾ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ കിടപ്പുണ്ടായി. അപ്പൊ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. അതെ ഇട്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഒരിക്കൊന്നും ഇട്ട ഷർട്ടൊന്നും അലക്കാനൊന്നും എടുക്കയില്ല. എന്റെ ചുരിദാറും എടുക്കയില്ല. 2 പ്രാവശ്യം അലക്കലുണ്ട്. അമ്മ അലക്കല് ഷർട്ടല്ലോ. എന്താ പരിപാടി? പരീക്ഷണം അല്ലേ? പരീക്ഷണം എന്താണെന്തല്ലോ നീ ഇന്നലെ രാത്രി പരീക്ഷണം എന്താന്ന് വെച്ചാല് പരീക്ഷണ വസ്തു ഞങ്ങളാണ്. വെളുത്തുള്ളി അങ്ങനെ പരീക്ഷിക്കുന്നത്. പരീക്ഷണ വസ്തു ഞങ്ങള്. വെളുത്തുള്ളി അങ്ങനെ ഈസി ആയി തൊണ്ട് കളയാം. അതാണ് പരീക്ഷണം. വെളുത്തുള്ളിയുടെ ആവശ്യം തൊണ്ട് കളയാൻ വേണ്ടി, കറി വെക്കാൻ വേണ്ടി വെളുത്തുള്ളി. അപ്പൊ ഞാൻ മോളൊന്ന് പറയുന്നത് കേട്ട് നിക്ക് എന്തോ പരീക്ഷണമെല്ലാം ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പരീക്ഷണം ആക്കുമ്പോഴാണല്ലോ അപ്പൊ ക്യാമറ എടുത്തിട്ട് വരുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ പരീക്ഷണം എന്ന് ചോദിക്കുമ്പോ പറയാന്ന് വിചാരിച്ച് വെളുത്തുള്ളി എങ്ങനെ ഈസി ആയി തൊണ്ട് കളയാന്നുള്ള പരീക്ഷണം ഞാൻ നടത്തുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച അപ്പൊ അതിൽ പിടിച്ച് കേറുന്നു. അപ്പൊ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി പറഞ്ഞതാ. പക്ഷെ പൂശിപ്പോയി രാവിലെ. അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഇവിടെ വെളുത്തുള്ളി എങ്ങനെ തൊണ്ട് കളയാന്ന് പരീക്ഷണം. അതെ, മുട്ട അവിടെ ചൂടുള്ള മുട്ടയാണ്. ചന്തി പൊള്ളിട്ട് എന്നെ പറയരുത്. ഇതെന്താ? മുട്ട പുഴുങ്ങി വെച്ചതാണ്. അത് കുഴപ്പമില്ല. അതില് കേറി ഇരിക്കണ്ട. അല്ലടി. അപ്പൊ എന്തായാലും രാവിലെ എന്റെ ഒരു തോൽവി ഞാൻ കണ്ടു. ഗൈസ് അങ്ങനെ രാവിലത്തെ ഒരു കോമഡി പൂശിപ്പോയിരിക്കാണ്. അടുത്ത കോമഡി ഫലം കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതൊക്കെ പോട്ടെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ചായ കുടിക്കുന്നു. എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടെന്നാ. എനിക്കൊരു ഗ്ലാസ് ചായ ഇവിടെ ആരുമില്ലേ? എന്താണ് പാൽക്കാരി പെണ്ണെ? പാൽക്കാരി പെണ്ണെ പാലന്ന് തായോ പാലത്തിൽ കൂടെ പാനൊന്ന് വായോ. മനസ്സിലായി പാത്രം കണ്ടപ്പോ അതാ പറഞ്ഞ പാൽക്കാരി പെണ്ണാണെന്ന്. എന്നാ വേഞ്ചലി എന്താ പറഞ്ഞു വന്നത്? എന്തോ ഒരു വലിയ കോമഡി മനസ്സിലും വേണ്ട. അതിന്റെ ഒന്നാമത്തെ കോമഡി തകർന്നിരിക്കുകയാണ്. രണ്ടാമത്തെ കോമഡി സഹിക്കാൻ ഒരു നന്ദി വേണം, ഒരു ആത്മാർത്ഥത വേണം. ഒരു പാല് വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? എന്താണ് ഓപ്പ എന്തെല്ലാം കളിച്ച കോമഡി പറയുമ്പോ ചിരി വരാണ്ട് പോലും ഞാനും അമ്മയെല്ലാം ഇടിയിരുന്ന് ചിരിക്കലുണ്ട്. എന്നിട്ട് ഓപ്പ ഞങ്ങളൊരു കോമഡി പറയുമ്പോ ചിരിക്കുന്നുണ്ടാ? കോമഡി ഗൈസ് ഇത് മറ്റേ എനിക്ക് എന്താ ഇപ്പൊ ഓർമ്മ തന്നെ, ശ്രീനിവാസൻ മറ്റേ ഇവളോട് പറയുന്നില്ല, പാർവതിനോട് മറ്റേ പടത്തില് എന്നിട്ട് പറയുന്നില്ല എന്നാണ് മറ്റേ ബാർബർ ഷോപ്പിൽ കയറി ബാർബർ കട്ടിങ്ങോ ഷേവിങ്ങോ, അതുപോലെയാണ് നീ കോമഡി പറയുന്നത്. നീ കോമഡി പറയുമ്പോ ചിരിക്കാൻ വേണ്ടി റെഡിയായി നിക്കണം. അതുപോലെ നിർബന്ധിച്ച് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുന്നു. എന്താ ചെയ്യാ? എന്നെ പീഡിപ്പിക്കുന്നു ചിരിപ്പിക്കാൻ വേണ്ടിട്ട്. ഇത് ശരിയല്ല ഗൈസ്.
അപ്പൊ എന്തായാലും നികി നീ ഇന്നലെ എന്തോ പറഞ്ഞില്ലേ? ഇന്ന് പരീക്ഷണമൊന്നുമില്ല. അല്ലടി നമ്മളാരും വെച്ച സംഭവമില്ലേ? ആ സാധനം എടുത്ത് പരീക്ഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ആ ഒരു സാധനം അത് കുറച്ച് ദിവസം വാങ്ങിയിട്ട് പക്ഷെ ഇതുവരെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അന്നേ പരീക്ഷിച്ച് നോക്കാം. അപ്പൊ പറഞ്ഞ വീഡിയോ എടുക്കണം. ഇത്രയും ദിവസമായി. അതെ. അപ്പൊ ഇപ്പതേ ഇങ്ങനെ പച്ചമുളക് തൊണ്ട് കളഞ്ഞതിന് ശേഷം ഇന്ന് ഇടിയപ്പം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സുപരിചിതമായ ഇഷ്ടമാണ്. അല്ല നമുക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും കൂടെ. മക്കൾക്കായാലും എനിക്കായാലും ഒക്കെ ഇടിയപ്പം ഇഷ്ടമാണ്. ഇടിയപ്പം കറിയല്ല കേട്ടോ എനിക്ക്. ഇടിയപ്പം തേങ്ങാപ്പാലും എനിക്കിഷ്ടം. തേങ്ങാപ്പാൽ ഇന്ന് പിഴിയുന്നില്ല. ഇവള് പക്ഷെ കറി കൂട്ടി കഴിക്കും. അമ്മക്ക് ഇടിയപ്പത്തിന്റെ ഒപ്പം എന്തായാലും കഴിക്കും. തേങ്ങാപ്പാലും കഴിക്കും, കറിയും കഴിക്കും. അപ്പൊ എന്തായാലും ഇന്ന് ഇടിയപ്പാക്കുമ്പോഴുള്ള ഒരു സംഭവം നമുക്ക് എത്താനായി അതിലേക്ക്. അല്ല ഇതെന്താ ആദ്യം ഇപ്പൊ എന്താ കറിയാക്കുന്നത്? മുട്ടക്കറിയാക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം അരിഞ്ഞു വെക്കുന്ന പിള്ളേർക്ക് സ്കൂളിൽ പോണ്ടേ. അതെ. അല്ല ഇന്ന് സത്യം പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലേ? ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് തന്നെ. ഇന്ന് ഒരുപാട് പ്രത്യേകതകൾ വേറെ ഉണ്ട് എനിക്ക്. ഈ പരീക്ഷണത്തിന് ശേഷം വേറെ നമ്മളൊരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ? ഹായ്, എന്ത് പറയുന്നു? എണീപ്പിച്ച് ഞാൻ പക്ഷെ എന്നിട്ട് എനിട്ടാണ് കിടക്കണം ഞാൻ. അപ്പൊ ഇന്ന് മൊത്തം ഒരു പരീക്ഷണ വ്ലോഗാണ് ഗൈസ്. ഇന്ന് നാസയുടെ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ പോലെ നികിയുടെ പരീക്ഷണങ്ങൾ, അതാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പൊ ഒന്നാമത്തെ പരീക്ഷണം ഇപ്പൊ കാണാം. അത് കഴിഞ്ഞിട്ട് പരീക്ഷണം അല്ല അത് ഒന്നാമത്തത്. പക്ഷെ രണ്ടാമത്തത് കൂടി ഒരു ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അത് ഉച്ചക്ക് രാവിലത്തെ ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ വിധേയമായതിനു ശേഷം ഉച്ചക്ക് നികിയുടെ രണ്ടാമത്തെ പരീക്ഷണത്തിൽ ഞങ്ങൾ വിധേയമാവും. അല്ല നമ്മളത് ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ലല്ലോ. വന്ന കാലം മുതൽ ഞാൻ ആക്കുന്നുണ്ട്. അല്ല ഇടിയപ്പം നീ ആക്കുന്നുണ്ട്. 12 വർഷമായി ഇടിയപ്പം ഇട്ട് തിരിക്കാൻ തുടങ്ങിയിട്ട് പരീക്ഷണം തിരിക്കാൻ തുടങ്ങി നീ പറഞ്ഞില്ലേ? ഇന്ന് മുതൽക്ക് നിനക്ക് അതിലൊരു ചെറിയ ചേഞ്ച് അല്ലേ? എന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ഞാൻ ഇടിയപ്പം തിന്നിട്ട് പോലും ഇല്ല, അതറിയുവാ. ഒരാളതില് പോയി കണ്ടിരുന്നു നീ സൈഡ് മുത്തുമണിയേ, അതിലാരോ പോയി പച്ച കണ്ട പോലെ തോന്നി എന്റെ മോനാ. അയ്യോ അതിലെ പോയ പച്ച ഇങ്ങനെ ആരോ പോകുന്ന പോലെ തോന്നി. ഇന്ന് വന്നപ്പോ കേട്ട് എന്താ പറയുന്നു? ഗുഡ് മോർണിംഗ് ചക്കരി. എന്താ സ്കൂളിൽ പോണ്ടേ? നമുക്കിന്ന് പോണ്ടേ? ഇങ്ങനെയൊന്നും അല്ലടാ. നാളെ എന്തിനോട് സ്കൂളിൽ പോകാൻ കഴിയില്ല അല്ലേ? ഇന്ദ്രുവിന് ടീച്ചറെ അടിയിട്ടല്ലേ ഇന്ദ്രു? അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് നീ ഇതുവരെ വർഷങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കിയെങ്കിലും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇടിയപ്പം സ്പെഷ്യലാണ് അല്ലേ? അപ്പൊ അതെന്താണെന്ന് നമുക്ക് കാണാം അല്ലെ ഗൈസ്? നല്ലത്. അല്ല ഞാൻ ആ സാധനം ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞിട്ട് അമ്മ ഇത് വെച്ചിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ സാധനം ഒന്ന് മറ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അമ്മ വാളൊക്കെ എടുത്തു ഞാൻ വെച്ച് ഇത് ഉപയോഗിച്ച് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോയത്. വലിയ വാളെല്ലാം. ഇതാണ് ഞാൻ 12 വർഷത്തിന് ശേഷം നികിയുടെ ഒരു വലിയ ഇത് പ്രയാസം തമ്പനയിലെടുത്തോ 12 വർഷങ്ങൾക്ക് ശേഷം നികിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അതെ തമ്പനയില് എടുത്ത് കത്രി എടുത്ത് മുറിക്കോളെ. തമ്പനയിലെല്ലാം എടുത്ത് നീ മുറിച്ചോ? അമ്മ എന്താണ് ഇത് ഇട്ട് കളിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ? എണ്ണ കൊണ്ട് വെക്ക്. വാളെടുത്തോമ്പോ ആളായി നേരിട്ടല്ലേ? വെറുതെ എന്തിനാന്ന് ഇങ്ങനെ ഇടങ്ങേറാവുന്നത് അല്ലേ? എന്താ പെട്ടെന്ന് മുറുക്കി. എന്താ പൊന്നു മോളെ. മുറുക്കി. ഇത് നമ്മുടെ നിക്ഷാൻ എന്നാണ് നമ്മുടെ കണ്ണൂർ നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂർ. അവിടെ വിളിച്ചു പറഞ്ഞു ഓക്കെ എനിക്ക് വേണ്ടി പ്രത്യേക ആക്കി കൊണ്ടുവന്ന സാധനം. അല്ല ഇത് തന്നതിന് നമ്മൾ എന്തായാലും ഇത് തന്നതിന് നമുക്ക് എന്തായാലും റീനോട് നന്ദി പറയണം. താങ്ക് യു റീന. അപ്പൊ ഇതാണ് സാധനം അല്ലേ?
നൂഡിൽസ് മേക്കർ, ഇടിയപ്പം മേക്കർ. ഞങ്ങൾ നൂഡിൽസ് ഒന്നും ആക്കൂല, ഞങ്ങൾക്ക് അങ്ങനത്തെ അഹങ്കാരം ഒന്നുമില്ല. ഞങ്ങൾക്ക് നൂഡിൽസ് ആക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇടിയപ്പം ആക്കും. ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ മാത്രമേ ഉപകാരപ്പെടുള്ളൂ. സംഭവം ഇത് PG ഉണ്ട്, ഒരു ഇടിയപ്പം മേക്കറാണ്. നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ച് ദിവസമായി നമുക്ക് കിട്ടിയിട്ട്, പക്ഷെ ഇത് ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോവാണ്. ഇത് വെച്ച് ഇടിയപ്പം മര്യാദക്ക് ആവൂലേ? ഇടിയപ്പത്തിന്റെ ഇത് വാങ്ങിക്കൊണ്ട് വെച്ചത് ഞാൻ അപ്പുറം നിക്കാൻ വേണ്ടി പോയിട്ടില്ലേ, അപ്പൊ ലാസ്റ്റ് പോക്കിന് അപ്പൊ അമ്മ വിളിച്ചപ്പോഴാ പറഞ്ഞത് ഇടിയപ്പത്തിന്റെ സാധനം ഇതച്ച് വന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടില്ല. വീഡിയോ എടുക്കുന്നത് എന്ന് വെച്ചാൽ 28/10/2025. ഇനി എപ്പോഴും വരുന്നൊന്നും എനിക്കറിയില്ല. വീഡിയോ എടുക്കുന്ന ഡേറ്റ് 28/10/2025. ഇതെല്ലാം വേഗം വരും ഗൈസ്, നാളെ തന്നെ വരും. 28-29 ആയിട്ട് വീഡിയോ വരും. നീ എന്തായാലും പൊട്ടിച്ച് നീ ഇടിയപ്പം ആക്കി നോക്ക് അല്ലേ? എന്ത് സുഖായ പിന്നെ ആയില്ലേ അല്ലേ? പണ്ടേ അമ്മ എത്ര ഇടിയപ്പം തിരിച്ചതാ അല്ലേ? ആ ഇപ്പൊ 10-12 വർഷമായിട്ട് ഇവള് തിരിക്കുന്നു. ഇനി നമുക്ക് ഈ തിരിയൊന്നും ഒഴിവാക്കാല്ല. തിരിമാറിയൊന്നും മറ്റന്നെന്താ? മറ്റന്നൊന്നുമില്ല. ഒന്നുമില്ല മറ്റന്ന പോയിക്കോ. അയ്യോടാ, മറ്റന്ന എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, അതാ നീ ഓർമ്മിപ്പിക്കുന്നത്. ഖുഷിന്റെ ബർത്ത്ഡേ ആണ് മറ്റന്നാള്. ആ അതെ, അപ്പൊ 11ാമത്തെ ബർത്ത്ഡേന്റെ അന്ന് വയസ്സ് പറയാൻ പാടില്ലെന്നാണ്, പക്ഷെ ഇന്ന് പറയാലോ അല്ലേ? അപ്പൊ ബർത്ത്ഡേ ഞങ്ങൾ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നതല്ല. നമ്മളൊരു കേക്ക് മുറിക്കും അല്ലേ? പിന്നെയോ ഒരു ഡ്രസ് വാങ്ങിക്കും അല്ലേ? എന്താണ് എന്തായി ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? എന്നിട്ടോ എടുത്തിട്ട് വാടി. അത് തുറക്കുമ്പോളേത് തുറക്കും. എടി ഇത് എങ്ങനെയാണ് ശരിക്കും? ഇത് കറണ്ടിലാണോ അത്? ഞാൻ ഇത് കണ്ടല്ലോ, ചാർജിങ് ആണോ? ചിലപ്പോ ചാർജ് ചെയ്ത് വെക്കേണ്ടി വരും കേട്ടാ. ആ ഇത് ചാർജ് ചെയ്യണം. അയ്യോടാ, അപ്പൊ നടക്കൂലേ? നോക്കട്ടെ, ഞാൻ നോക്കട്ടെ ഗൈസ്. ഞാനിതെന്തായാലും അൺബോക്സ് ചെയ്തപ്പോ ഇതിനകത്ത് നമ്മുടെ സംഭവം ഉണ്ട്. എന്താന്നൊക്കെ നമുക്ക് നോക്കാം. ഇതായിരിക്കും അതിന്റെ കുറ്റി. ചാർജിങ് ആണ് ഗൈസ്. അച്ഛണ്ട്. ആ എത്ര അടിപ്പിക്കണതിനാ വെക്കും. പിന്നെ നമ്മുടെ സാധനം, നമ്മുടെ ഡ്രില്ലിംഗ് മെഷീനൊക്കെ പോലത്തെ ഒരു സംഭവം. വലിയ കനമൊന്നുമില്ല. നിങ്ങൾ ഇടിയപ്പത്തിന്റെ ഇത് ചാർജിങ് ആണ്, ചാർജ് ചെയ്യേണ്ടി വരും. ഞാൻ കുറച്ചു നേരം ചാർജ് നോക്കട്ടെ ഗൈസ്. ഈ സംഭവം ഇത്ര ഉള്ളൂ. ഇതിങ്ങനെ ഇതിന്റെ ലോക്കിൽ വെച്ച് ഫിറ്റാക്കി അച്ചുപൊടി ഇടലായിരിക്കും. അച്ചുപൊടി ഇടുക, അച്ചിനുള്ളിൽ ഇപ്പൊ ഇടണം. എന്നിട്ട് പൊടിനകത്ത് എന്തായാലും വലിയ വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് നോക്കാം. സ്വിച്ച് ഒക്കെ ഉണ്ട് ഇവിടെ. ഓണാക്കുമ്പോൾ വർക്ക് ചെയ്യായിരിക്കും. ചാർജിന് കുറച്ച് നേരം വെക്കട്ടെ. ഞാനപ്പോഴും എടേ ഞാനത് കുറച്ച് നേരം ചാർജിന് വെച്ചിട്ടുണ്ട്. ഇടിയപ്പം നമുക്ക് ഇന്നാക്കണോ അതോ നാളെ ആക്കണോ? ഈ കത്തി എടുത്തിട്ടില്ലേ കുത്തിക്കൊല്ലും ഞാൻ. അല്ല, മറ്റേത് ഈ പറയുന്ന പോലെ നമുക്ക് പകരം വീട്ടില് ഇത് വണ്ടി സ്റ്റാർട്ട് ആവണ്ടായിട്ട് നാളെ ആക്കാലോ എന്ന് പറയുന്നില്ലേ? അതേ അനുഭവമില്ലേ? അതുപോലെ അമർ അക്ബർ അന്തോണിയിലേ നമുക്ക് പകരം വീട്ടിൽ നാളെ ആക്കുന്ന ഇടിയപ്പം നമുക്ക് നാളെ ആക്കിയല്ലോ. ചാർജിന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആവും, നോക്കട്ടെ. നീ പൊടിയെല്ലാം കുഴക്ക്. ഇപ്പൊ അന്ന് നിനക്ക് ഈ സാധനം പരിചയപ്പെടുത്തിയപ്പോ നിനക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്ക് നീ ഒരു പുച്ചാലിറ്റി എല്ലാം ആക്കി. മുട്ട അങ്ങനെയൊക്കെ ആക്കി നീ. പിന്നെ ഇപ്പൊ എന്തായി? നീ മുട്ട മൊത്തം പുഴുങ്ങുന്നതിനകത്താണ്. കാടമുട്ടയും മറ്റേ മുട്ടയെല്ലാം, കോഴിമുട്ട എല്ലാം. ഇപ്പൊ നിനക്ക് ഇടിയപ്പത്തിന്റെ അച്ചു വാങ്ങി. നീ അത് വാങ്ങി കുറച്ച് കഴിയുമ്പോ നീ അത് നിനക്ക് ഉപകാരപ്പെടും. മനസ്സിലായോ? ഇനി എനിക്ക് ഒരാഗ്രഹം. ഇനി ഓപ്പ എനിക്ക് എന്താ ഗിഫ്റ്റ് തരണ്ടേന്നറിയാം. എന്തായിരിക്കും ഓപ്പൊക്കെ അറിയാലോ. അത് ഞാൻ എപ്പോഴും ഓപ്പനോട് പറയലുണ്ടല്ലോ, അത് വാങ്ങിത്താ ഓപ്പ, എനിക്ക് വാങ്ങിത്താ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതാണ്. എനിക്ക് ഈയിടെ ആയിട്ട് ഭയങ്കര ഓർമ്മക്കുറവുണ്ട്. മനസ്സിലായി ഗൈസ്, മനസ്സിലായി. ഞാൻ ക്ലൂ തരാണ്. ഞാൻ ഇങ്ങനെ നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ തുടക്കണം മറ്റേ. അത് പക്ഷെ നിലത്തിറങ്ങുമ്പോൾ ഞാൻ ക്ലൂ തരുന്നില്ല. സംഭവം എന്താ അറിയോ? ഇവക്ക് മറ്റേത് നമ്മുടെ റോബോട്ടിക് ക്ലീനിങ്ങിന്റെ അല്ലേ? അതല്ലേ? അത് മറ്റേ സംഭവം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ ഓടി നടന്ന് റൗണ്ടിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സാധനം ഇല്ല, മെഷീൻ, റോബോട്ടിക് ക്ലീനിങ്.
ആ സാധനം അത് ഇവക്ക് വാങ്ങണത് ഭയങ്കര പൂതിയാണ് കഴിച്ച്. ഞാൻ പറഞ്ഞത് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഇവക്ക് ഒരെണ്ണം ഏതാണ് നല്ലത്, നിങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല കമ്പനി നല്ലതൊക്കെ ആണെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവക്ക് ഒരെണ്ണം വാങ്ങിക്കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ആ എന്ത് കുക്കർ നിലവിളിക്കും, അതെപ്പോഴും നിലവിളിക്കും. അപ്പോ സംഭവം മനസ്സിലായില്ലേ? റോബോട്ടിക് ക്ലീനിങ്ങിന്റെ സാധനം നല്ലതാണോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം വാങ്ങാം. ാണ് ഞാൻ അറിഞ്ഞത് സംഭവം. എല്ലാരും ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം 2 ദിവസം ഉപയോഗിച്ചു. നിഷേജിന്റെ അടുത്ത് മുകളിൽ വെച്ചെന്ന് പറഞ്ഞിട്ടില്ല. നിന്നോടനല്ലേ പറഞ്ഞ നിഷേച്ചി, നിന്നോടനല്ലേ പറഞ്ഞേ അതൊന്നും ചോർച്ചാന്ന് എനിക്ക് വലിയ ഇതാവൂല നിഷേച്ച് പറഞ്ഞില്ലേ? വല്ല കാലത്ത് നമ്മള് തുടച്ചാൽ മതി, എപ്പോഴും അതിനെ കൊണ്ട് തുടപ്പിക്കണ്ടെന്നല്ലേ നിശ്ചയിച്ചു പറഞ്ഞത്. അത് അതിനെ കൊണ്ട് പാവത്തിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാനല്ലേ നിനക്ക്. എന്തായാലും നമുക്ക് പരിഗണിക്കാം. വയസ്സായെന്നുള്ളത് സത്യം. എല്ലാരും 32 വയസ്സായി. ചേച്ചിമാരെല്ലാം നിന്നെ ചേച്ചി ഇന്നലെ വിളിക്കുന്നുണ്ടല്ലോ, ആന്റി ഇന്നലെ വിളിക്കണ്ടല്ലോ. വയസ്സായി സത്യം. 45 വയസ്സുള്ള ആൾക്കാരെ അത് വിളിച്ചോട്ട് കുഴപ്പമില്ല, സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് അല്ലേ? ആ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്നാ പിന്നെ നമ്മുടെ സംഭവങ്ങളിലേക്ക് വരാം. ഇതിപ്പോ എന്താ ഉരുളക്കിഴങ്ങും തക്കാളി ഉരുളക്കിഴങ്ങ് പിള്ളേർക്ക് ഇത് ഉരുളക്കിഴങ്ങ് വറക്കാനല്ലേ നിനക്ക്? ഇത് ഈ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് ദുർഗക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ദ്രനും ഇഷ്ടമാണല്ലേ? സ്കൂളിൽ കൊണ്ടുപോകുമ്പോ ഇതുപോലെ ഉരുളക്കിഴങ്ങ് പൊരിച്ചു കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൊടുത്തോ, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാരും കൊടുക്കുന്നുണ്ടാവും. നിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാരും കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ആയിരിക്കും നിക്ക് കൊടുക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ സ്കൂളിലെ മോളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ എത്ര പേരുണ്ട്? 33 കുട്ടികളും കൊണ്ടുവന്നതിന് ശേഷം 34ാമത്തെ നിക്കി. എന്നിട്ടാ ഞാൻ വീഡിയോയിൽ പറയുന്ന ആക്കാത്തവരുണ്ടെങ്കിൽ ആക്കി കൊടുത്തു. ഇതില് ഇതിന്റെ റെസിപ്പി ഞാൻ നമുക്ക് പറഞ്ഞു കൊടുത്തു. ഫസ്റ്റിലും പറഞ്ഞു നല്ല പണിയായിരിക്കും മോളെ ആക്കാന്നല്ല പറഞ്ഞേ. ഞാൻ തന്നെ അമ്മക്ക് ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പിന്നെ തൊട്ട് അമ്മ ഇതാക്കല്. വെരി ഗുഡ്. അതാ പറഞ്ഞ തന്നോണം വളർന്ന മക്കളെ താനെന്ന് വിളിക്കുന്നു പറഞ്ഞിട്ടില്ലേ? പണ്ടുള്ളവരൊരു പഴമ പറയുന്ന കേട്ടിട്ടില്ലേ? അതെ, മക്കൾ വളർന്നു വലുതായത് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. നീ അറിയണം, ഞാൻ അറിഞ്ഞിനി മക്കൾ വലുതായത്. മാള മറ്റന്ന പേരത്രയും കൂടിയാണ് മോളുടെ അല്ലേ നോക്കൂ. ആ അപ്പൊ അടുത്ത വിസിൽ വിളിക്കണ്ട, അതിന് മുമ്പ് നീ ഞാൻ ഇതുകൊണ്ട് ഓഫാക്കട്ടെ. നിക്ക് ഇനി എങ്ങാനും ആരെങ്കിലും ഉരുളക്കിഴങ്ങ് പൊരിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് എന്തെന്നാണ് നിന്നെക്കാട്ടും ആരെങ്കിലും ഒക്കെ ഉണ്ടാവല്ലോ, മനുഷ്യന്മാരല്ലേ. അപ്പൊ ഞാനേ ഒരു പരാജയം. അപ്പൊ എന്നെക്കാട്ടി ഇതിലുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി ഉരുളക്കിഴങ്ങ് പൊരിച്ചതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോന്നൊന്നും ചോദിക്കണ്ട. ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇങ്ങനെ തിരുമോ, എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇടുക. ഇതെന്താന്നറിയില്ല, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല, കുട്ടികൾക്ക് ഭയങ്കര. പക്ഷെ ഇത് സാധനം നല്ല ടേസ്റ്റാ. പണ്ട് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എന്റെ ഒപ്പം രാഹുൽ പഠിച്ചിരുന്നു. ആ രാഹുല് എന്ത് പിന്നെ അവൻ രാഹുൽ എല്ലാ ദിവസവും കൊണ്ടിരുന്ന ഉരുളക്കിഴങ്ങ് പൊരിച്ചതാ. ഞാൻ നമ്മനോട് വന്നിട്ട് പറയും കിഡ്സിന്റെ കാലഘട്ടത്തിൽ ഇതുണ്ടാ 80 എന്ന് പറയാൻ പാടില്ല. ഞങ്ങൾ 80s ലാസ്റ്റ് 90ലേക്ക് കടക്കാത്ത ടീംസാണ് ഞങ്ങള്. ഞാൻ വിചാരിച്ച ഇത് എന്റെ 2014 എന്റെ മോളെല്ലാം ജനിച്ചതിന് ശേഷം വന്ന സാധനമാണ്. ഞാൻ ഇത് വലിയ കാര്യമാക്കി ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ വെച്ചത് ഞാൻ കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ ഉരുളക്കിഴങ്ങ് വെച്ചത് ഞാൻ രാഹുല് കൊണ്ടുവരുന്നത്. എന്നിട്ട് അവന്റെ അടുത്ത് ഞങ്ങൾ വാങ്ങിച്ചു. അമ്മനോട് രാഹുൽ വരെ കൊണ്ടുവരുന്ന സാധനമാണ്. രാവിലെ വീട്ടില് അല്ലെങ്കിൽ അവന്റെ വീട്ടുകാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിന്നെയല്ല ചീത്ത പറയും. നിനക്ക് വയസ്സായി, എനിക്ക് വയസ്സായിട്ടില്ല. ഞാനിപ്പോഴും മുഖത്ത് നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. മുഖത്ത് നോക്കുമ്പോ നല്ല വയസ്സ് തോന്നിക്കുന്നുണ്ട്. പിന്നെ സത്യം തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 37 വയസ്സ്. നമ്മൾ 37 വയസ്സായി. 37 വയസ്സില് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഉണ്ണിമൂന്തൻ പിന്നെ അവരൊക്കെ ഒരേ പ്രായക്കാരാ. മെസ്സി ഞങ്ങൾ ഒരേ പ്രായക്കാരാ. ഞങ്ങൾ മെസ്സിനെക്കാട്ടും മൂത്തയാന്ന് തോന്നുന്നു. പോട്ടെ, നീ കുറച്ച് മൂത്തതായിക്കോ, ഞാൻ മെസ്സി ചേട്ടനായിട്ട് കണ്ടോളാം. പിന്നെ DQ ആണെങ്കിലോ നമ്മളെക്കാട്ടും മൂത്തതാ, നമ്മുടെ ഏട്ടന്മാരാ DQ അല്ലോ. ഞാൻ എപ്പോഴും വിചാരിച്ച ഒരു ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര സംശയമുള്ള കാര്യമാണ്, നിങ്ങൾ ആരും പൊങ്കാല ഇടരുത്. ഞാനൊരു കാര്യം ചോദിക്കാം, ഞാൻ എപ്പോഴും കുറെ നമ്മളെക്കാട്ടി പ്രായം തോന്നിക്കുന്ന ആൾക്കാരെല്ലാം ഇല്ലേ, നമ്മളെ വന്നിട്ട് ചേച്ചി വിളിക്കുമ്പോ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, ദൈവമേ, കാണുമ്പോ നമുക്കൊരു ഏജ് തോന്നിക്കുമല്ലോ അവർക്ക്. നമ്മളങ്ങോട്ട് എന്നാലും മടിച്ചിട്ടായിരിക്കും ചേച്ചിന്ന് വിളിക്കാത്തത്. അപ്പൊ അവര് വന്ന് നമ്മളോട് ആ നികേച്ചി എന്നെല്ലാം വന്ന് വിളിക്കുമ്പോ
നമ്മളിങ്ങനെ ഇല്ലാണ്ടായി. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാക്കി, ദൈവമേ ഈ ചേച്ചിക്ക് നല്ല പ്രായം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇതിലും പ്രായം തോന്നിക്കുവാ അതൊരു സംശയം ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിലിങ്ങനെ വിചാരിക്കും, ഇത് ഞാൻ ഓപ്പനോട് ചോദിക്കും, ഓപ്പ എന്നെ കണ്ടാൽ ഏകദേശം എത്ര വയസ്സ് തോന്നിക്കും? ഒരു 40-45 വയസ്സെല്ലാം തോന്നിക്കുന്നുണ്ട്. എന്നെ കണ്ട ഏകദേശം എത്ര വയസ്സ് പറയുന്നു ഞാൻ എപ്പോഴും ഓപ്പനോട് ചോദിക്കും. അപ്പൊ ഓപ്പനോട് റെഡി അതെ എനിക്കൊന്നും നമുക്ക് തോന്നൂല. നമ്മൾ ഡെയിലി കാണുന്നവരല്ലേ, നമുക്ക് തോന്നൂല. നീ വേറൊരു ആൾക്കാരോട് ചോദിച്ചു നോക്കണം. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ഫോട്ടോ ഇട്ടിട്ട് എന്നെ കണ്ടാൽ എത്ര പ്രായം തോന്നിക്കുന്ന ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇടണമെന്ന് ചോദിക്കും. പക്ഷെ പറയും നീ തള്ളയാണ്, കിളവിയാണ്, 60 വയസ്സ് ഫോട്ടോ ഇട്ടുണ്ട് എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കുന്നെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചീത്ത തെറി പൂരം പൊങ്കാല ഉണ്ടാവും. ഏത് രീതിയിൽ ചീത്ത പറയണം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫാമിലീസ് മെമ്പേഴ്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് പറ, എന്നെ കണ്ട എത്ര പ്രായം തോന്നിക്കും? നീ തന്നെ പറഞ്ഞല്ലോ നിന്റെ പ്രായം. പിന്നെ എന്റെ പ്രായം പറഞ്ഞല്ല, എന്നാലും എത്ര തോന്നിക്കുന്നു? അതിൽ കൂടുതലാണോ അല്ലെങ്കിൽ അതിൽ കുറവാണോ തോന്നിക്കുവാന്നൊന്ന് കമന്റ് ചെയ്യണം. പക്ഷെ എന്താ എന്റെ പ്രശ്നം പറയട്ടെ, എല്ലാരും കുറവ് പറയണം കേട്ടോ. പക്ഷേങ്കില് എനിക്ക് നിന്റെ പ്രായം പറഞ്ഞപ്പോ എല്ലാരും പറയും സജീഷിന് പ്രായം കുറവ് തോന്നിക്കുന്നു പറയും. അതാണ് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ മടിയുന്നത്. അപ്പൊ അങ്ങനെയാണ് സംഭവം. ഇല്ല ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ പറയാം. അമ്മനെ കണ്ട ഒരു ചുരുക്കി പറഞ്ഞ ഒരു 90 വയസ്സ്. അമ്മനെ കണ്ടതിന് സത്യം പറഞ്ഞാൽ ഒരു 45, ഒരു 50, ഒരു 60 കൂടൂലെന്ന് അല്ലേ? അപ്പൊ എന്തായാലും 7:53 ഇടിയപ്പത്തിന്റെ ചാർജ് ആയില്ലേ? നോക്കട്ടെ. ബാത്റൂമിൽ വരെ പോകാണ്ട് ഇങ്ങനെ ചെല്ലുമോനെ പോണ്ടേ, ചെല്ലി. എന്താത് ജോമോളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും നിലത്തിടും. എന്തും എന്റെ മോളുടെ കയ്യിൽ എന്ത് കിട്ടിയാണ് അത് അടുത്ത് ഇടാൻ നോക്കിയാണ്. എന്ത് സാധനം കൈ കൊടുത്താലും നിലത്തിടും. എന്റെ മോനെ ഒരു സാധനം വെച്ചാ കാണൂലല്ലോ. ഇപ്പൊ പുട്ടൂറ്റി അതിന്റെ ആ കുത്തണ കുറ്റിയില്ല, ആ സ്റ്റീലിന്റെ പിടിപ്പിച്ച്. പിന്നെ അത് ഞാൻ ഇപ്പൊ കുത്തിയോടെ വെച്ചതല്ലേ, ഇപ്പൊ ചാർജിന് കൊണ്ട് വെച്ചത്. എന്താണ് ഇത് മൊത്തം വലിച്ചൊരിട്ടാണ് ഇപ്പോൾ വെച്ചിട്ട് പിന്നെ കാണില്ല. ഇത് കണ്ടില്ല, ഇവിടെ ഞാൻ ചാർജിന് വെച്ച് അതിന്റെ കുറ്റി എടുത്ത് വെച്ച് നോക്കുമ്പോ കാണില്ല. ഇവിടെ ഒന്നുമില്ല. എന്റെ ദൈവമേ, അവിടെ പോയി കഴിച്ചത് ഇപ്പൊ എടുത്ത സാധനമല്ലേ? അയ്യോ, ഈ അച്ഛൻ്റെ അതിൻ്റെ ഇരുമ്പും കുറ്റി കാണാനില്ല, ആ സ്റ്റീലിന്റെ. കഴുകാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചിനാ. എന്റെ മോനെ ഈ സാധനം പരതി കിടന്നിട്ട് ഇത്ര നേരം കണ്ടില്ല. ഇത് കണ്ട ഇത് ഇവിടെ ഇരിപ്പണ്ട. ഞാൻ ഈ ഗ്ലാസും വെള്ളം എടുത്തപ്പോ ഈ സാധനം സംഭവം ഇതിങ്ങനെ ഇരുന്നപ്പില്ല നമ്മൾ ഈ ഗ്ലാസ് പോലെ തോന്നിച്ചേ. ആ കുറ്റിയെ ഞാനും അലച്ചത് അവിടെ പോയി ഇത്ര നേരം അടുത്തിരുന്നിട്ട് കാണുന്നില്ല. സത്യസന്ധമായിട്ട് ഞങ്ങൾ പരതിയതാണ് ഗൈസ്. എവിടെയെല്ലാം ഞാൻ ഇപ്പൊ പോയി അന്വേഷിച്ചെന്ന് അറിയാണ്ട് കണ്ടില്ല. നിഗീം വന്ന് ഇവിടെ നോക്കിപ്പോയി. ഞാൻ വന്ന് ഇവിടെ നിന്ന് ചായ എടുത്ത് കുടിച്ച് എന്നിട്ട് ഈ സാധനം ഇവിടെ ഇരിപ്പുണ്ടായി. കൊള്ളൻ. എനിക്ക് ഇതൊന്ന് കഴുക് നമ്മ. ഇതും അച്ചക്കൊന്ന് കഴുക്, പുതിയതല്ലേ. നല്ല മഴയാണ് ഗൈസ്. ഇതുകൊണ്ടാ കാലാവസ്ഥ, നല്ല മഴ ഉണ്ടാ. ശരിക്കും മൂടിക്കെട്ടിക്കണ കാലാവസ്ഥയാണ്. ശരിക്കും മഴയത്തല്ല സ്കൂളിൽ പോവാന്ന് പറയുമ്പില്ലേ മടി പിടിക്കോട്ടാ. ഉണ്ടോ നിങ്ങളുടെ അങ്ങോട്ടെല്ലാം നല്ല മഴയായിരിക്കൂലേ അല്ലേ? ഇവിടെ കണ്ണൂരിൽ നല്ല മഴയാട്ടാ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മൊരിയുന്നുണ്ട്. അപ്പൊ നിക്ക് ഇടിയപ്പം കുഴക്കുന്നുണ്ട്. നിക്ക് ഇപ്പൊ തന്നെ നമ്മൾ എടുത്തെടുത്ത് വന്നപ്പോ തന്നെ ഇത് നല്ല ഒരു വലിയ വ്ളോഗായി. എന്റെ അഭിപ്രായത്തിൽ ഇത് തന്നെ ഇപ്പൊ നല്ലൊരു സമയമായി. ഇനി ഇടിയപ്പത്തിന്റെ ഇതെല്ലാം കാണിക്കാനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ ഇതൊരു പരീക്ഷണം കഴിഞ്ഞ് വരുമ്പോ തന്നെ ഞാൻ ക്ഷീണിക്കും. എല്ലാ പരീക്ഷണവും താങ്ങാനുള്ള ഇത് ഞങ്ങൾക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യം ഇതൊരു മോർണിംഗ് വ്ളോഗ് ആക്കിയിട്ട് നാളെ മറ്റേ പരീക്ഷണം നമുക്ക് നാളെ ആക്കാം അല്ലേ? തൽക്കാലം ഇതൊരു മോർണിംഗ് വ്ളോഗ് പിടിക്കാല്ലേ നമുക്ക്. അപ്പൊ ഇന്ന് ഗൈസ് ഞാൻ രാവിലെ പറഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണെന്നാണ്, പക്ഷെ ഇന്ന് ഇതൊരു മോർണിംഗ് വ്ളോഗ് ആക്കി ഞങ്ങൾ ചുരുക്കിയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അതെല്ലാം വഴിയെ പറയാം. അതെ അതെ അതെ, എല്ലാം ശരിയായിട്ട് പറയാം, എല്ലാം ശരിയായിട്ട് അറിയിക്കുന്നതാണ് അല്ലേ? നിങ്ങളോട് അറിയിക്കാതെ നമുക്ക് വേറെ എന്താ ഉള്ളത്? തീർച്ചയായിട്ടും അറിയിക്കും.
അപ്പൊ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതെ മുഖ്യമന്ത്രി പറഞ്ഞാൽ എല്ലാം ശരിയാവും. എല്ലാം ശരിയാകും അല്ലേ? അതെ. അപ്പൊ അതങ്ങനെ. അപ്പൊ എന്നാ പിന്നെ ഇവിടെ ഇതിങ്ങനെ ആക്കട്ടെ ഗൈസ്. കുറച്ച് ലൂസിലെടുക്കാം, അല്ലെങ്കിലേ ആ ചിലപ്പോ ഇതിലെ കൂടി ഇതാക്കിയിട്ടില്ലെങ്കിലോ വന്നില്ലെങ്കിലോ നോക്കാം. ഇതിങ്ങനെ ഒന്ന് തുടച്ചാൽ മതി, വേറെ ഒന്നുമില്ല. മറ്റേത് കഴിയില്ലേ? എന്നിട്ട് അതിനുള്ളിൽ ഇത്തിരി ഒപ്പം ചെയ്യുന്ന ഇങ്ങോട്ട് അതൊക്കും ഇവിടെ കാണിക്കതേ. അതെപ്പോഴും അതിനുള്ളിൽ വെക്കണം. അച്ഛ വെച്ചില്ലേ? പിന്നെന്താ അത് തന്നെ, വേറെ ഒന്നുമില്ല. അതിലേക്ക് വെക്കുക. അങ്ങെത്തിന തള്ളിയാക്ക്. മതിയുടെ അത്ര വെച്ച് നോക്കടി നീ. പിന്നെ പിന്നെ തള്ളിയാണ് പോകും അതിന്റെ അത് പോകും അതിന്റെ ഉള്ളിലേക്ക് അമർത്തി വെക്കുമ്പോ ആവും കൊണ്ടാ പുറത്തേക്കാവും. അതാണ് മനസ്സിലായോ? എന്താ ഈ ലോക്ക് നോക്ക്. അങ്ങനെയല്ല, ഈ ലോക്ക് നോക്കുന്ന്. ആ അങ്ങനത്തെ ആക്ക്. ആ ലോക്കാക്ക്. താട്ടമർത്ത്. അതുകൊണ്ടാ പറഞ്ഞത്, മനസ്സിലായോ? അവിടെ തല്ലി വെക്കുന്നു. ആ എന്നിട്ട് എൻ്റെ ലോക്കിലേക്ക് തിരിക്കില്ല. നിങ്ങൾ വെച്ചിട്ട് തിരിക്കി. അത്രയും വെച്ചോണ്ടല്ലേ തിരിക്കുന്നതിനകത്ത്. ഇതുണ്ടതേ പോകുന്നില്ല. അത് ഇത് അമർത്തുന്നത് കണ്ട പരമാവധിയായി ഫുൾ നിറച്ച് വെച്ച് നീനകത്ത്. നീ പോകില്ല, ഇപ്പുറത്തേക്ക് പോകുന്നു. ഇവളുടെ കാര്യം പറഞ്ഞ കുറെ നിറച്ച് വെച്ച് കൈസനകത്ത് കണ്ട. ഇത് പോകില്ല കണ്ട. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ആ മതി, ഇപ്പൊ മതിയാവും. ആ മതി. ഒരു ആദ്യം പരീക്ഷിക്കുമ്പോൾ അത് വെക്കണ്ടേ കണക്കായിട്ട് നിറച്ചങ്ങ് പറഞ്ഞ മനസ്സിലാവൂലേ ഇനി? പിടിക്ക് പിടിക്ക് തുക്കുന്നത്. ആ ഇനി ഇതാ ഇനി ലോക്കിൽ ഇട്ടാൽ മതി. രണ്ട് ടൈപ്പാണ് സ്വിച്ച്. ഉള്ളോട്ട് പോകാനും പുറത്തോട്ടാക്കാനും. ഇതണ്ട ഇവിടുത്തെ സ്വിച്ച് കണ്ട. ഇതിങ്ങനെ നോക്കിയാൽ വരും. ഇതാ അകത്തോട്ടാക്കിക്കോ. ആ ഇത് കണ്ട. ആ കണ്ട. എന്നാ പിടിച്ചോ 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 ആക്കിക്കോ. നച്ചു മാറിയിട്ടുണ്ടാവും. ചെറുതില്ല വേറെ. ഓഫാക്കടി നടുക്കടിയത്. ആ നടുക്കുന്നൊക്കെ ഓഫാവും. അല്ല മുകളിലോട്ട് അങ്ങോട്ടല്ല സ്വിച്ച് ഇപ്പുറത്തേക്ക് ഫ്രണ്ടിലോട്ട് നിൽക്കി സ്വിച്ച്. എനിക്കറിയുന്നില്ല. ഈ പഠിക്കാൻ നോക്കൂല എടി. ഈ സ്വിച്ച് ഒന്ന് മനസ്സിലാക്കുക. അതാണ് ഈ സംഭവം. അത് ഞാൻ വീഡിയോ എടുക്കാത്തപ്പോ ഇതാക്കിക്കോളി. ഇതെന്തെന്ന് ഇടിയപ്പോ വലിയ ഇടിയപ്പല്ലേ ഇത്? അച്ഛണ്ടാവൂലേ? ഇതാണ് ഇനി ഉള്ളത്. ഇത് നോക്കിക്കോ. എല്ലാം ഒരുപോലെ തന്നെയാണ്. നേർഗനെ ആക്കി പിടിച്ച് എങ്ങനെ നേർഗനാക്കണ്ടേ? പിടിച്ച് നോക്കുന്നത് വേഗാക്കിട്ടാ. മനസ്സിലാക്കാത്ത വെള്ളം കുറവാണെന്നാണ് എനിക്ക് തോന്നണം. വെള്ളം കുറവായിട്ടാണെങ്കിൽ വെള്ളം വെള്ളം കുറവായിട്ടാണ് കുഴച്ചത്. തീർന്ന് ഒരു ഇടിയപ്പാക്കിയപ്പോ പൊടി തീർന്നതാ. ഒറ്റടിയപ്പാക്കാനാ വെച്ചിട്ടുള്ള പൊടി കഴിഞ്ഞ് കഴിച്ചു. ഞാനിത് പൊടി നിറച്ച് നോക്കട്ടെ. ഇവിടെ ആക്കിയതിന്റെ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ എന്തൊരു സാധനം ഫസ്റ്റ് ആക്കുമ്പോ അത് പഠിക്കാനുണ്ടായില്ല. ആ പഠിക്കാത്തല്ലോ ഇവിടെ പഠിക്കൂല. ഈ ഉറപ്പായി. ഈ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ വരെ പഠിക്കൂല. അതുവരെ പൊട്ടങ്ങൾ കളിക്കും. ഇപ്പൊ ആദ്യം ഈ സ്വിച്ച് കണ്ട. ഈ സാധനം ഇത് പഠി കമ്പ്യൂട്ടർ. ഇത് ഇങ്ങനെ ആക്കിയ ഇത് അങ്ങോട്ട് പോകും, ഉള്ളോട്ട് പോകും. അത്ര ഉള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് ഉള്ളോട്ട് പോയി അറിയൂല. അത് അത്രേ ഉള്ളൂ. ഭ്രാന്ത് കുടിക്കുന്ന സമയം കഴിയുമ്പോ എനിക്ക് ഭ്രാന്താവും. 8:12 ചായ കുടിക്കാണ്ട് മക്കൾ പോയിക്കോ. കാണിച്ചോട്ടെ. വേവിച്ചിട്ടില്ല. ഇല്ല കുറച്ച് മതി. ഒരു ബ്ലേഡ് ഉണ്ടായിരുന്നല്ലോ മുറിക്കുന്നേ. മുറിക്കുന്ന ബ്ലേഡ് ഉണ്ടാവും ചിലപ്പോ. ആ വെച്ച് കട്ട് ചെയ്യലായിരിക്കും അല്ലേ? അയ്യോ ഇതിങ്ങനെ നല്ലത് തോന്നോട്ടെ. അങ്ങനെ തന്നെ ആക്ക്. പിന്നെ നമുക്ക് അച്ഛൻ നോക്കാം. അത് ശരിയാവൂല കേട്ടോ. ഈ സമയമില്ലാത്ത തല കാണിക്കും മോളെ. ഒന്ന് എന്റെ മോളെ എവിടെയാ ക്യാമറ ഓടിക്കണേ? ഇത്
ഗൈസ് ഇത് നമുക്ക് ഈ ഗണ്ണ് ഇപ്പൊ നീക്ക് പഠിക്കാൻ സമയമില്ലാത്തതിനെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കും. അതിനുശേഷം നമുക്ക് പിന്നീട് പഠിച്ച് സമാധാനത്തിൽ സെറ്റാക്കാം. എന്താ പറയുന്നു? എന്താ പറയുന്നു? പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോ തന്നെ എടി അത് ഇത് നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരു സാധനം നിങ്ങൾ ചെയ്ത് അത് ഒന്നും കൂടി നോക്കണം. പക്ഷെ ഒരു വസ്തു നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോ അത് പഠിക്കാനുള്ള ഒരു മൈൻഡ് കൊടുക്കണം, മനസ്സ് കൊടുക്കണം. ഇത് ഇത്രയും ഈ തിരിക്കണയും കാര്യങ്ങളൊന്നും അതിനില്ല. നിങ്ങൾക്ക് അത് പഠിക്കാൻ ശ്രമിക്കൂല, അതുകൊണ്ടാണ് സംഭവം. എന്തായാലും കുറ്റം പറയും. പ്രത്യേകിച്ച് നീ എങ്ങനെയൊക്കെ പിടിച്ച് സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുക. നമുക്ക് നേര് ചെറിയ ഇടിയപ്പം തിന്ന് ശീലായിട്ടില്ലേ. അതിനകത്ത് ചിലപ്പോ പക്ഷെ ഏറ്റവും ചെറിയ അച്ഛതാന്നൊന്നല്ല അപ്പൊ ആ തടിയുള്ള ഇടിയപ്പം വരുവുള്ള തിന്നു നൂലായിട്ട് പറ്റില്ല. പക്ഷെ നമ്മളത് ശീലിച്ചത് ഇപ്പൊ നീ ഒറ്റ എത്ര ഇടിയപ്പം ആക്കാൻ പറ്റും ഇതിനകത്ത് ഒരു റൗണ്ട്? പക്ഷെ അതിനകത്ത് നമ്മളിപ്പോ നിറച്ചിട്ട് 2 എണ്ണം കിട്ടണുള്ളൂ വലുതായതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്, സക്സസ് ആണോ ഇല്ലയോ അല്ലേ, എങ്ങനെയാന്നൊക്കെ. എന്തായാലും സംഭവം ഇവിടെ ഈ സമയം കൊണ്ട് 4 ഇടിയപ്പം ആക്കിയട്ടാ. കടപെടുന്നു തിരക്ക് പിടിച്ച പണിയാണ് ഗൈസ്. ഇനിയിപ്പോ ഞാനിവിടെ നിന്ന് വീഡിയോ എടുത്ത് ഇവിടെ എനിക്ക് വാങ്ങും കിട്ടുന്നല്ലോ. എന്തായി മകളെ നോക്ക്, ഞാൻ ഇടിയപ്പം അങ്ങനെ ആക്കി സഹായിച്ചോണ്ട് രക്ഷപ്പെട്ടില്ലേ നീയല്ലോ. എന്തുവാടി പഠിക്കാൻ മനസ്സില്ലാത്തവരെന്ന് ഇങ്ങനെ നിൽക്കും. കമ്പ്യൂട്ടർ നീയൊക്കെ ഉള്ള സമയത്താണ് കമ്പ്യൂട്ടർ വന്നിരുന്നു. കമ്പ്യൂട്ടർ ഒന്നും വേണ്ടാന്ന് പറയുന്നു, ഉറപ്പുള്ള കാര്യം. അങ്ങനെയല്ല, പണ്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്ന സമയത്തൊക്കെ നീ ഉണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഒന്നും വേണ്ടാന്ന് പറയും. പഠിക്കാനൊരു മനസ്സ് കാണിച്ചില്ലെങ്കിൽ അതുകൊണ്ടാണ് ഒരു കാര്യവും പഠിക്കാൻ പറ്റാണ്ടായി പോകുന്നത്. മനസ്സിലായോ? എന്തും പുതിയ സാധനങ്ങൾ വരുമ്പോ അതിനെ നമുക്കൊരു ആക്സെപ്റ്റ് ചെയ്യാൻ, അതിനൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം കൊടുക്കണം. അല്ലാണ്ട് ഇടിയപ്പം എടുത്തുണ്ട് ഞാൻ കറക്കിക്കോളാന്ന് പറഞ്ഞാൽ നീ കറക്കി തന്നെ ഇരുന്നോ ഒന്നും അല്ലേ ഗൈസ്. ഞാൻ ആ മെഷീൻ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി പോയി. ആവശ്യമുള്ളവർ കമന്റ് ചെയ്തോ ഗൈസ്, ഞാൻ അയച്ചു സമയം 8:30 ഗൈസ്. 8:30 ഇവിടെ ദുഗ് റെഡിയാവുന്നു, ഇന്ദു റെഡിയായി ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? മൊബൈൽ നോക്കുന്ന. ഇതപ്പം മുടിയിരുണ്ടേ? മുടിയിരുത്തര അച്ഛ കൊണ്ടാ. അച്ഛൻ രാവിലെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും ചായക്കട വഴി. ഇന്ന് പോകണ്ടേ അച്ഛാ? കുറ്റി പറിക്കാൻ പോകണ്ടേ? വള്ളംകളിയായിരുന്നു നമ്മുടെ നാട്ടില് വള്ളുവങ്കടവില്. അവിടുത്തെ ട്രാക്ക് ഇടലൊക്കെ അച്ഛനായിരുന്നു. അപ്പൊ ആ ട്രാക്ക് ഇടലിന് പോയപ്പോ അമ്മനെ വള്ളംകളിക്ക് ഉണ്ടായ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഇന്നത്തെ സൈഡിൽ കൊടുക്കാം ഗൈസ്. അല്ലേ എനിക്ക് ആദ്യം ഞാൻ കൊടുക്കാട്ടോ. അമ്മനെ ഇന്നലെ ഞാൻ വള്ളംകളിക്ക് അവിടെ കൊണ്ട് ഇറക്കി കൊടുത്തൊരു വീഡിയോ ഉണ്ട്, അത് അവിടെ സൈഡിൽ കൊടുക്കാം. പരിപാടി കാണുന്നുണ്ട്. ഇതാ ഒരു കല്ലുമേല കയറി നിൽക്കുന്നത്. 2 കല്ലിട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വണ്ടി കയറാണ്ട് ഇതാ കാണുന്നതാണ് വീട്. അവിടെ ഒന്നും കല്ലില്ല, അതുകൊണ്ട് അതല്ല പ്രശ്നം. ഇനി എവിടെ ഇറക്കൂ? ഇനിയിപ്പോ ഇതില്ലേ അവിടെ ഇറക്കലാണ് പ്രശ്നം. കല്ല് നോക്കി നടക്കണം. അമ്മ കാലുകുത്താൻ വേണ്ടി, നമുക്ക് കാലുകുത്താൻ വേണ്ടി കല്ലും നോക്കി നടക്കണം അല്ലേ? ഇനി ഇന്ന് ഇറക്കുന്നതും കൂടി എടുക്കട്ടെ. ഇന്നാ അമ്മനോട് ഇറക്കി കൊടുത്തു. ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ടായി, ഇവിടെ കൊണ്ട് ചാടിച്ചിറക്കി. എന്നാ പോയിട്ട് വാ. ഓക്കെ. ബൈക്കില് ആ കല്ലുമ്മ കൊണ്ടുപോയിട്ട് ആ കല്ലുമ്മ 2 കല്ലുമ്മ കയറ്റി നിർത്തി. അവിടെ നിന്നാണ് ബൈക്കിന്റെ ബാഗ് കയറ്റി. സ്കൂട്ടി അച്ഛൻ കൊണ്ടുപോയിട്ടില്ല, ആ വീഡിയോ ഉണ്ടോല്ലേ? അതന്നെ. എന്നിട്ട് 2 കല്ലുമ്മ കയറ്റി അതുമ്മ കയറ്റി അവിടെ പോയി ഇറക്കാൻ സ്ഥലമില്ല. എന്നിട്ട് ഞാൻ വണ്ടി നോക്കി കിടന്ന അവസാനം ആ ഒരു വീടിന്റെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ ചരിവില് കൊണ്ടുപോയിട്ട് അവിടെ തട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ വള്ളം കളിക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ, കാരണം അവിടെ പിള്ളേരെയും കൊണ്ട് സ്കേറ്റിങ്ങിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അങ്ങനെ ചായ ഇടിയപ്പം ഇവിടെ റെഡിയായി. മെസ്സേജ് വന്നാ നോക്കട്ടെ ആദ്യം തന്നെ, എന്നിട്ട് വേണം ഇടിയപ്പം തിന്നണോ വേണ്ടോ. പക്ഷെ ഇടിയപ്പത്തിന്റെ അച്ചില്ലേ, എനിക്കൊന്ന് ഈ അച്ച് ഇട്ടാൻ പറ്റുമോ? അതില് ചില്ലി കുറച്ച് തടി കൂടുതല അതിന്റെ ഇതിന്. ഇതല്ല ഇതിനകത്താക്കിയതല്ല, ഇതേവര് മാറ്റം വരില്ല എന്ന് പറഞ്ഞിട്ട് പാരമ്പര്യമായിട്ട് അച്ചിരി ചുട്ടതാ. അപ്പൊ മുട്ടക്കറി വിത്ത് ഇടിയപ്പം ഇവിടെ റെഡി ഗൈസ്. വിട്ടാലെന്നാ പിന്നെ
ഇവിടെ എന്നാലേ നമ്മള് മുറ്റത്തെ കൂടി ഇറങ്ങണമെങ്കിൽ ഇവിടെ ചെരുപ്പ് ഉണ്ടാവില്ല, അടുക്കള വശത്തായിരിക്കും. അടുക്കള വശത്തെ കൂടി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചെരുപ്പ് മുറ്റത്തായിരിക്കും. ഇവിടെ ആരും ഓപ്പേന്റെ ചെരുപ്പൊന്നും എടുത്തിടയില്ലല്ലോ. നടക്ക് നടക്ക് നടക്ക്. ഇനി എന്റെ ചെരുപ്പ് ഒക്കെ കിടന്ന് സമയം പോയി പറയാനാക്കണ്ട, നടന്നോ, ഞാൻ ചെരുപ്പ് എടുത്തിട്ട് ഓടി വന്നോളാം. സ്കൂട്ടി എടുക്കാൻ ഞാൻ മഴയത്ത് എങ്ങനെ ഇത്രയും പേര് കൂടി കൊടയൊക്കെ പിടിച്ച് നാലാ കൂടി പോവാ. നടക്ക് നടക്ക്. ബാ മമ്മി എന്റെ ചെരുപ്പും കൊണ്ടാ കൊണ്ടാ. അങ്ങനെ താങ്ക് യു മമ്മി. ആ ഓക്കെ. നടക്ക് നടക്ക്. മഴയുണ്ട് ഗൈസ്, മഴയുണ്ട് കണ്ടനാ ഫുൾ നല്ല. പക്ഷെ എന്തോ മഴ ഇങ്ങനെ അധികം പെയ്തിട്ട് ഇപ്പൊ കുറച്ചൊരു ചെറിയ തോർച്ചുണ്ട്. വേണ്ട ചില മോൻ ചോദിക്കോ. എന്തിരു വണ്ടി വരുന്നുണ്ടല്ലോ, ദങ്ങത്തി. ടാറ്റ പറഞ്ഞാല് ടാറ്റാ. ഉച്ചക്കൊരു വന്നേ. നല്ല മോനായിട്ട് പഠിക്കട്ടാ. അച്ഛ കൂട്ടാൻ വരാട്ടാ വൈകുന്നേരം. ആ വരും വരും കേട്ടാ. എടി ചുണ്ടത്തതാടി, ചുണ്ടത്തിരിക്കുന്ന കൊച്ചിൻ്റെ. വരും വരും. ടാറ്റാ. കൊച്ചു ടാറ്റാ. ഉമ്മ ഉമ്മ അച്ഛക്ക് ടാറ്റാ. പോയിക്കോ. ഓഹോ, രണ്ട് പിള്ളേരങ്ങ് പോയി അല്ലേ. രാവിലെ സ്കൂളുണ്ടെങ്കിൽ പറഞ്ഞയക്കലാണ് അച്ഛന്മാരുടെ പണി. എന്താ എന്നാ പോട്ടെ, അമ്മമാരുടെ പണി പോരെ. അപ്പൊ ഗൈസ് എന്തായാലും നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ ഇപ്പൊ നല്ലൊരു സമയമായി. ഇനിയിപ്പോ ഇന്ന് ഉച്ചക്ക് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള നോർമലി എന്തെങ്കിലും ആയിരിക്കും അല്ലേ. നീ എന്തിനിങ്ങനെ ഇവിടെ ഇരിക്കുന്നു? വാ നടക്ക, വീട്ടിലോട്ട് പോയാ പോരെ. എന്നാ പിന്നെ വാ വീട്ടിൽ പോയിരുന്നാ പോരെ. അപ്പൊ ഗൈസ് ഇവളെന്താ ചെയ്യുന്നു? നീ എന്തുവാടി കാല് നിലത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഉരക്കുന്ന? നിനക്ക് വല്ല എലിപ്പനി മറ്റേ പിടിക്കുക, എലിപ്പനി. ഞാൻ പറ ആ എലിയെല്ലാം മൂത്രമൊഴിച്ച അത് പറഞ്ഞ കാര്യമില്ല. നീ നിലത്തിട്ട് ഉരക്കുമ്പോ നിന്റെ ആ ഉരച്ചിൽ കൂടി അതിന്റെ അണുബാധ ബാധിച്ച് വല്ല എലിപ്പനിയായി പോകണ്ട എനിക്ക്. ബാ ഇങ്ങോട്ട്. അപ്പൊ എന്നാ പിന്നെ കാര്യം ചെയ്യാം, നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയല്ലേ. തൽക്കാലം നമുക്ക് ഇത് തന്നെ ഇപ്പൊ ലെങ്ത് ആയതുകൊണ്ട് ഒരു മോർണിംഗ് വ്ലോഗിൽ അങ്ങോട്ട് വൈൻഡപ്പ് അടിക്കാം. മഴ പെയ്യട്ടെ പെയ്യട്ടെ മഴ പെയ്യട്ടെ അങ്ങനെയല്ലേ മലഞ്ചെരിവില്ലേ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ബാക്കി അറിയില്ല. എന്നാ തൽക്കാലം വൈൻഡപ്പ് അടിക്കാല്ലേ നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ വീട്ടിൽ പോയിട്ട് ഞാൻ ഇടിയപ്പം ഇല്ലേ അതൊന്ന് പരീക്ഷിച്ച് ഞാൻ ഇവിടെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് അത് വെച്ചിട്ട് പിന്നെ നമ്മളൊരു വ്ലോഗിൽ നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പം ചുടുന്നത് കാണിക്കുന്നതായിരിക്കും. ഇനി കാണിച്ചില്ല അതെ എന്തായിക്കോട്ടെ. ഇനി കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ അത് പോയിന്ന്. അപ്പൊ ഓക്കെ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മള് എന്തെങ്കിലും വീഡിയോസുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റിലൂടെ പറയണം. പിന്നെ ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസ്, പിന്നെ പറ്റിയ ഒരു പ്രാങ്ക് വീഡിയോയിലോ ഒക്കെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഇതൊന്നും ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഇടിയപ്പത്തിന്റെ സ്വിച്ചിലിടാൻ അറിയില്ല. പ്രാങ്ക് ആക്കാൻ പോകുന്നല്ല. ഓപ്പോ ആണെങ്കിൽ എന്നെ പ്രാങ്ക് അല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇനിയും വലിച്ചു കിട്ടുന്നില്ല. ഓക്കെ ടാറ്റ.